യെസ്, അനിൽ ബോസ്, ചർച്ച ഈ സംവാദം അവസാനിപ്പിക്കാൻ സമയമായി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾക്ക് ഒരു മിനിറ്റുള്ളിൽ അവതരിപ്പിക്കാം. അദ്ദേഹത്തിനെതിരെ ഞാൻ നൽകിയ പരാതികളില് ആ അദ്ദേഹത്തിനെതിരെ ചെറുവക്കൽ വില്ലേജിലുള്ള ഒരു ഭൂമിയുടെ കാര്യം, അദ്ദേഹം 3 ഏക്കർ 20 സെന്റ് ഭൂമിയാണ്. ആ ഭൂമിയിൽ നിന്ന് യാതൊരു വരുമാനമില്ല, തരിശു നിലമെന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ നിന്ന് അദ്ദേഹം ഒരു സ്ത്രീക്ക്, ദീപ കണ്ണൻ എന്ന് പറഞ്ഞ സ്ത്രീക്ക് വ്യവസായം നൽകാനായിട്ട് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അതിന്റെ റെന്റ് എഗ്രിമെന്റ്, റെന്റ് ഒന്നും ഇദ്ദേഹത്തിന്റെ ഇൻകത്തിനകത്ത് കാണിച്ചിട്ടില്ല. അതുപോലെ കാക്കനാട് DLF-ൽ ഇദ്ദേഹത്തിനുള്ള ഫ്ളാറ്റ് വർഷങ്ങളായിട്ട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. കാക്കനാട് ഏകദേശം 40,000 രൂപ 60,000 രൂപ വരെയൊക്കെ മന്ത്ലി ഇൻകം കിട്ടുന്ന ഒരു ഏരിയയാണ്. അത് ഇദ്ദേഹത്തിന്റെ ഇൻകമായിട്ട് കാണിച്ചിട്ടില്ല. അതേപോലെ ഇദ്ദേഹത്തിന്റെ വീടുകൾ ഇദ്ദേഹത്തിന്റെ ഓണർഷിപ്പ് ഇദ്ദേഹത്തിന്റെ മക്കളുടെ പേരിലേക്ക് മാറ്റിയെന്നൊക്കെ പറഞ്ഞു. അത് യഥാസമയം ഗവൺമെന്റിനെ അറിയിച്ചിട്ടില്ല. ഇപ്പൊ ഗുരുതരമായ അച്ചടക്ക ലംഘനം കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അത് നമുക്ക് കേരളീയ സമൂഹത്തിന് മനസ്സിലാകാത്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും കുഴപ്പക്കാരനായ ഒരു മനുഷ്യനെ എന്തിന് സർക്കാർ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് എനിക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാകാത്ത കാര്യം. കേരളത്തിലെ പൊതുസമൂഹത്തിന് അത് മനസ്സിലാക്കിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഇദ്ദേഹത്തെ സംരക്ഷിച്ച് ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക ക്രമക്കേട്, ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ പുറത്തു വന്നിരിക്കുന്ന വർഷങ്ങളായിട്ട് ഇദ്ദേഹത്തിന്റെ സ്വഭാവ വൈകൃതം, അപ്പൊ അദ്ദേഹത്തെ ചികിത്സിക്കുക തന്നെയാണ് വേണ്ടത്. ഇങ്ങനെ ഒരാളെ നമുക്ക് സെക്രട്ടേറിയറ്റ് വെച്ചുകൊണ്ടിരുന്ന സെക്രട്ടേറിയറ്റ് സ്ത്രീജനങ്ങൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അദ്ദേഹത്തിനെതിരെ പരാതികൾ, കെട്ടുകണക്കിന് പരാതികളാണ് ഞാനും കണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അടിയന്തരമായിട്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാറ്റി നിർത്തി മാതൃകാപരമായ ഒരു അന്വേഷണം, കേരളം സ്ത്രീ സുരക്ഷയ്ക്ക് മുൻപന്തിയിലാണെന്നുള്ളത് തെളിയിച്ചു കൊടുക്കേണ്ടത് ഈ ഗവൺമെന്റാണ്. അത് ഏറ്റവും പുതിയെന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞ മോന്തായത്തെ എടുത്ത് ആദ്യം അങ്ങോട്ട് മാറ്റി നിർത്തണം. മാറ്റി നിർത്തി കഴിഞ്ഞാൽ ജനം കൈയടിക്കും. അത് ചെയ്യാത്തിടത്തോളം കാലം വേറെ എന്ത് പോലീസ് ഇവിടെ നടത്തിയിട്ട് കാര്യമില്ല. ഇദ്ദേഹം വീണ്ടും സ്ത്രീകളെ ആക്രമിച്ചിരിക്കും. ഇദ്ദേഹത്തിന് ഇവിടെ ലോഡ്ജ് ഉണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കണം. ഇദ്ദേഹത്തിനെതിരെ വന്ന പരാതികളൊക്കെ അനുയോജ്യമായ മേഖലകളിൽ, ഇപ്പൊ ഇദ്ദേഹത്തിന് സ്വയം അന്വേഷിക്കാൻ ഉത്തരവിടാൻ പറ്റത്തില്ലല്ലോ, അദ്ദേഹത്തിന് സ്വയം സസ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അന്വേഷിക്കാനെന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയാൻ പറ്റത്തില്ല. അപ്പം രാഷ്ട്രീയ നേതൃത്വം ഇദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം വളരെ വ്യക്തമായിട്ട് നടത്തേണ്ടത്. നമ്മൾ എന്താ പറഞ്ഞ് മനസ്സിലാക്കേണ്ട കാര്യം, ഗണേഷ് കുമാർ മന്ത്രിയാകാൻ നേരത്ത് ഗണേഷ് കുമാറിന്റെ സഹോദരി ഒരു പരാതി എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കാതെ മാറ്റി നിർത്തിയ ഗവൺമെന്റാണിത്. ഒരു പരാതി കൊടുത്തേ ഉള്ളൂ. അത് പാർട്ടി ഇഷ്യുമായിട്ട് ബന്ധപ്പെട്ട്, വസ്തുതർക്കമായിട്ട് ബന്ധപ്പെട്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തിനെതിരെ ഇത്രയും ഗുരുതരമായ പരാതികൾ വന്നിരിക്കുന്നത്. ഗുരുതരമായ ഞാൻ കൊടുത്ത പരാതികളൊക്കെ കേരള ഗവൺമെന്റിന്റെ. അതുകൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വിഷയം എന്തായാലും സജീവമായി ചർച്ച ചെയ്യപ്പെടും വരും ദിവസങ്ങളിലും. നേരത്തെ ഡോക്ടർ TP സെൻകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ പോഷ് ആക്ട് പ്രകാരം ഈ ഉദ്യോഗസ്ഥനെതിരെ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയായ ഡോക്ടർ ജയതിലകന് എതിരെ നടപടി സ്വീകരിക്കേണ്ടതാണ്. വിശാഖ കേസ് ഉൾപ്പെടെ സുപ്രീം കോടതി വിധികൾ ലംഘിച്ചുകൊണ്ട് ഇരകളെ കേസ് പിൻവലിപ്പിക്കാൻ സർക്കാർ സംവിധാനം ഉപയോഗിച്ച് സമ്മർദ്ദത്തിൽ ആക്കിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. നോക്കൂ, ഈ സർക്കാർ ഇരകൾക്കൊപ്പമല്ല, വേട്ടക്കാർക്കൊപ്പം തന്നെയാണ്.